ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ഓരോന്ന് വഴറ്റിയെടുക്കുന്ന സമയമൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ രാവിലേക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 2 ചെറിയ സവാള ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കനം കുറച്ചിട്ട് സാധാരണ നമ്മൾ അരിയുന്ന പോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 3 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി, അതുപോലെ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടോ കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഇനി അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് വേവിച്ചെടുക്കുന്ന സമയത്തില്ലെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല എരിവ് വേണ്ടവരാണെങ്കിൽ നന്നായിട്ട് മുളക് ചേർക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടി പോകരുത് കേട്ടോ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ആദ്യം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടാണ് നമ്മൾ ഓരോ മുട്ട റോസ്റ്റും ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്യാം. അപ്പോൾ മുളക് പൊടി കൈ എരിയുന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലൗ ഇട്ടിട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും ശരിക്കും അങ്ങോട്ട് മിക്സായി കിട്ടൂല. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മിക്സായി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. ചീനച്ചട്ടിയോ ഫ്രൈ പാനോ എന്തെങ്കിലും ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യം, അടുപ്പത്ത് നിന്ന് ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ നന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, തക്കാളി ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. തീ ഒരിക്കലും നിങ്ങൾ കൂട്ടി വെക്കരുത്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഒരു 2-3 പ്രാവശ്യം മാത്രമേ ഇളക്കി കൊടുക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ചപ്പാത്തിയോ ഒപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും ഇടയ്ക്കൊന്ന് തുറന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വേറെ ഒന്നും നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഉപ്പ് നിങ്ങൾ നോക്കുക, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അല്ലാണ്ട് നമ്മളിതിൻ്റെ കൂടെ നിന്നിട്ട് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ തുറക്കുമ്പോൾ ഇതുപോലെ നല്ല പോലെ തന്നെ വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഓരോന്നായിട്ട് വഴറ്റിയെടുക്കുന്നേക്കാളും നല്ല പോലെ തന്നെ കുഴഞ്ഞ് കിട്ടും കേട്ടോ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് പുഴുങ്ങിയിട്ടുള്ള മുട്ട ഇതുപോലെ എത്രണ്ണം വേണമെങ്കിലും അതിൽ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഒഴിച്ചിട്ട് കറി പോലെ ആക്കിയെടുക്കുക, ഇല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടും കറിയാക്കിയെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രൂപത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എടുക്കാൻ കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ ഒരു മിക്സിലേക്ക് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.